ഇതോ നമ്മളെ കൈ കാണിക്കാൻ പറ്റില്ല ഇപ്പം ഇതല്ലേ ശരി നോക്കണ ഇവിടെ താരം ഇവിടെ കൂട്ടിയില്ല അതുകൊണ്ട് അവിടെ കുറച്ച് മുമ്പോട്ട് വന്നു അല്ല കുറച്ചും കൂടെ മുമ്പെന്ന് പറയും ഇങ്ങൊന്ന് പറയാം അതാണ്ട് അവിടെ നിന്ന് താവണ്ട എന്താണ് ആദ്യം കാണിക്കണം അല്ല കൈയോട്ട് അവർ കൈയോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷമുള്ള ആദ്യ പ്രതികരണം നല്ല ജനാധിപത്യത്തിൻ്റെ ഉത്സവമാണ് തെരഞ്ഞെടുപ്പ്. അതിൽ പങ്കെടുക്കുക എന്ന് പറയുന്നതിൽ ഏറ്റവും വലിയ സന്തോഷം. വോട്ട് ചെയ്തു. അത് വലിയ നിലയിൽ ജനങ്ങളുടെ പിന്തുണ കിട്ടത്തക്ക നിലയിലുള്ള ഒരു പൊതു ആവേശവും അന്തരീക്ഷവും ബൂത്തുകളിൽ കാണാനുണ്ട്. ഇവിടെയും നമ്മുടെ സ്വന്തം ബൂത്തിലും ആ ഒരു ആവേശം പ്രകടമാണ്. എത്രത്തോളമാണ് വിജയ പ്രതീക്ഷ നിലവിലെ അവസ്ഥ? ഇത് സ്റ്റേറ്റ് വൈഡായിട്ട് വേണോ അല്ല പയ്യന്നൂർ നിയോജക മണ്ഡലം മാത്രം മതി? പയ്യന്നൂർ നിയോജകമണ്ഡലത്തിൽ ആര് ജയിക്കും? ജനങ്ങൾ തീരുമാനിക്കും. ഓക്കെ. ഇവിടെ മറ്റുള്ള ബൂത്തുകളിലൊക്കെ രാവിലെ പോയോ? എന്താണ് പൊതുവെ? കുറച്ച് ബൂത്തുകളിൽ പോയി. ചിലയിടങ്ങളിൽ നല്ല തിരക്കുണ്ട്. ചെറിയ ചെറിയ പ്രയാസങ്ങൾ സ്വാഭാവികമായിട്ടും സാങ്കേതികമായിട്ടുള്ള ചെറിയ പ്രയാസങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നത്. കരുവള്ളൂർ അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലത്തൊക്കെ രാവിലെ വോട്ടിംഗ് മെഷീനിൽ ചില വിഷയങ്ങളുണ്ട് എന്നുള്ള ഒരു വിവരങ്ങൾ കിട്ടുന്നുണ്ട്. മൊത്തം കംപ്ലീറ്റ് എല്ലാം പരിഹരിക്കപ്പെട്ടു? എല്ലാം പരിഹരിക്കപ്പെട്ടു. അത് ചില സമയത്ത് മിഷൻ ഒരു പണിമുടക്കുന്ന സ്ഥിതി എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുന്നതാണ്. തവണയും 1-2 ബൂത്തുകൾ അത്തരം വിഷയമുണ്ടായിരുന്നു. അത് ഉദ്യോഗസ്ഥന്മാരപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലക്കാരപ്പം തന്നെ ബന്ധപ്പെട്ട് ഇടപെട്ട് അത് പരിഹരിച്ചിട്ടുണ്ട്. ചില സ്ഥലത്ത് കുറച്ച് സ്പീഡ് കുറവാണെന്നൊക്കെയുള്ള പരാതികൾ. കാരണം ഒന്നാമത് നല്ല ചൂടും ക്യൂ നിൽക്കുമ്പോഴുള്ള പ്രയാസവും വോട്ടർമാരെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് മുതിർന്ന ആളുകളെയൊക്കെ. അപ്പോൾ അങ്ങനെ ചെറിയ പ്രയാസമുണ്ട്. പക്ഷേ അത് ഉദ്യോഗസ്ഥന്മാരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ പോയിട്ടുള്ള ചില ബൂത്തുകളിൽ അവർ വേഗത്തിൽ ആളുകളെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എത്തിക്കുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ സാധാരണ ഇങ്ങനെയല്ല, വൻ ക്യൂ ഉണ്ടാകുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇവിടെ വളരെ വേഗത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുഭവം. വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണല്ലോ? തീർച്ചയായിട്ടും. കുടുംബസമേതമാണ് എത്തിയിട്ടുള്ളത്. ഭാര്യയുണ്ട്, മകളുണ്ട്, പേരക്കുട്ടിയുണ്ട്. മുത്തച്ഛനായതിനു ശേഷമുള്ള ആദ്യത്തെ വോട്ടെടുപ്പല്ലേ? അവനെ അറിയുന്ന അവനൊരു വോട്ട് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാവും. അത് ശരിയാണ്. നല്ലൊരു സന്തോഷമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ആദ്യമായിട്ട് നമുക്കൊരു കുടുംബത്തിലൊരു പുതിയ അതിഥി വന്ന് അതിലൊരു സന്തോഷത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അത് വലിയൊരു സന്തോഷമായിട്ട് മാറും എന്നുള്ള പ്രതീക്ഷയാണ് പൊതുവേ ഉള്ളത്. തീർച്ചയായും. കാണിക്കണം.
ശരി